കിളിമാനൂരിൽ ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ ബഹളവും ഇറങ്ങിപ്പോക്കും. കിളിമാനൂർ ബ്ലോക്ക് സമ്മേളനത്തിലാണ് ബഹളമുണ്ടായത്. ഭാരവാഹികളെ ഏകപക്ഷീയമായി നിശ്ചയിച്ചെന്നാരോപിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഡിവൈഎഫ്ഐ സമ്മേളനത്തിലാണ് ഇങ്ങനെയൊരു ഇറങ്ങിപ്പോക്കും ബഹളവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ബഹളത്തിന് കാരണം എന്താണ്? അമൃത, കിളിമാനൂർ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് വലിയ ബഹളത്തിനും ഇറങ്ങിപ്പോക്കിനും ഇടയാക്കിയത്. ബഹളവും ഇറങ്ങിപ്പോക്കും ഒക്കെ പ്രശ്നമായതോടുകൂടി സമ്മേളനം അലങ്കോലപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ബ്ലോക്ക് പ്രസിഡന്റായി അനൂപിനെയും സെക്രട്ടറിയായി റിയാസിനെയും ട്രഷററായി അനിൽ പി നായരെയുമാണ് തീരുമാനിച്ചത്. അത് ഈ CPM ഏരിയ സെക്രട്ടറി ഇടപെട്ടാണ് സെക്രട്ടറിയായ റിയാസിന്റെ പേര് നിർദ്ദേശിച്ചത്. ഇതാണ് പ്രസിഡന്റിടയാക്കിയത്. നേരത്തെ ഏരിയ കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന നിയാസിനെ സെക്രട്ടറി ആക്കണമെന്നായിരുന്നു ഒരു വിഭാഗം ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യം ചെവിക്കൊള്ളാൻ CPM നേതൃത്വവും ഔദ്യോഗിക നേതൃത്വവും തയ്യാറായില്ല. ഇതേ തുടർന്നാണ് അവിടെ ശ്രദ്ധായമാനമായ രംഗങ്ങൾ ഉണ്ടായത്. വലിയ തോതിലുള്ള ബഹളമുണ്ടായി. സമ്മേളനത്തിനിടയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ നേരിട്ട് വിളിച്ച് പരാതിപ്പെടുന്നുണ്ടായിരുന്നു. പരാതി നൽകാൻ MV ഗോവിന്ദൻ പറഞ്ഞെങ്കിലും അത്തരം അവിടെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകളുമായി സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചെങ്കിലും പ്രശ്നത്തിൽ ഒരു പരിഹാരവും ഉണ്ടായില്ല. തുടർന്നാണ് പ്രതിനിധികൾ ബഹളം വെക്കുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത്. എന്തായാലും കിളിമാനൂർ ബ്ലോക്ക് സമ്മേളനത്തിൽ കയ്യാങ്കളിയോളം എത്തുന്ന കാര്യങ്ങളാണ് നടന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. ശരി, ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.